വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമുക്കൊരു റിക്വസ്റ്റിൽ ഹെഡേഴ്സ് ഉണ്ടാവും. ഓരോ റിക്വസ്റ്റിനും ഹെഡേഴ്സ് ഉണ്ടാവും. അവിടെ നമുക്ക് എന്ത് കീ വാല്യൂസും വേണമെങ്കിൽ നമുക്ക് പാസ് ചെയ്യാം. നോർമലി ഹെഡേഴ്സ് യൂസ് ചെയ്യുന്നത് ഏത് തരം റിക്വസ്റ്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെന്നുള്ള ഇൻഫോം ചെയ്യാൻ വേണ്ടി. അതായത് നമ്മളൊരു JSON റിക്വസ്റ്റ് ആണ് സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നത് XML റിക്വസ്റ്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബാക്ക് എൻഡിനെ ഇൻഫോം ചെയ്യണം. അല്ലെങ്കിൽ ടെക്സ്റ്റ് റിക്വസ്റ്റ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇനി അതും അല്ലെങ്കിൽ ഓതന്റിക്കേഷൻ, നമ്മൾ ഒരു യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലോഗിൻ ചെയ്ത യൂസറിന്റെ ടോക്കൺ നമ്മൾ ഈ ഒരു ഹെഡറിലായിരിക്കും പാസ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ബ്രൗസർ ഇൻഫർമേഷൻ ബൈ ഡീഫോൾട്ട് റിക്വസ്റ്റ് പാസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുന്നത് ഹെഡറിലാണ്. അവിടെ നമുക്ക് കസ്റ്റം ആയിട്ട് ഏത് കീ വാല്യൂ പെയർ വേണമെങ്കിൽ പാസ് ചെയ്യാം. നമ്മൾ പാരാമീറ്റേഴ്സിൽ പാസ് ചെയ്ത പോലെ എന്ത് കീ വാല്യൂ പെയർസ് വേണമെങ്കിൽ നമുക്കിവിടെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ടെസ്റ്റ് ഒരു 2 ഹെഡർ നമുക്ക് പാസ് ചെയ്യാം. എൻ്റെ ഹെഡർ ഞാനിവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെ കോഡിൽ അത് എങ്ങനെ ആക്സസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഹെഡർ ആക്സസ് ചെയ്യാനും ഇതേപോലെ തന്നെ ഡയറക്റ്റ് നമ്മൾ HTTP മെത്തേഡ് നമ്മൾ ആക്സസ് ചെയ്തത് റിക്വസ്റ്റിലെ മെത്തേഡാണ്. അതേപോലെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഹെഡറോ റിക്വസ്റ്റോ ആക്സസ് ചെയ്യാൻ പറ്റും. കോൺസ്റ്റ് headers equal to request.headers. നമ്മൾ റിക്വസ്റ്റിൽ ഡയറക്റ്റ് ഉള്ളത് ഒന്ന് URL റിക്വസ്റ്റ് നമുക്ക് ഡയറക്റ്റ് URL കിട്ടും, അതാണ് നമ്മൾ പാർസ് ചെയ്യാനെടുത്ത്. അതേപോലെ തന്നെ ഡയറക്റ്റ് റിക്വസ്റ്റിന് മെത്തേഡ് കിട്ടും. അതേപോലെ തന്നെ റിക്വസ്റ്റിന് ഡയറക്റ്റ് നമുക്ക് ഹെഡേഴ്സും കിട്ടും. ആ ഹെഡേഴ്സ് ഒന്ന് ലോഗ് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നുണ്ട്. കൺസോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ടെസ്റ്റിംഗ് പ്ലേസ് ദുബായ്. പിന്നെ അതേപോലെ തന്നെ പോസ്റ്റ്മാൻ സെൻഡ് ചെയ്യുന്ന യൂസർ ഏജന്റ്. അത് യൂസർ ഏജന്റ് ഏതാണ്, അതായത് ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. പോസ്റ്റ്മാൻ ഉപയോഗിച്ചാണ് എന്തും അക്സെപ്റ്റ് ചെയ്യുന്നുള്ള പ്രോട്ടോകോൾ. ക്യാഷെ കൺട്രോൾ, പോസ്റ്റ്മാൻ ടോക്കൺ, ഹോസ്റ്റ്, അക്സെപ്റ്റ് എൻകോഡിംഗ്, കണക്ഷൻ. ഇതൊക്കെ ബൈ ഡീഫോൾട്ട് നമ്മളെ ബ്രൗസറോ അല്ലെങ്കിൽ ഏത് ടൂളാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ടൂൾ സെൻഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ള 2 ഹെഡേഴ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതൊരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് ആക്സസ് ചെയ്യാം. headers.test, headers.place അങ്ങനെ ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും.